ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബട്ടർഫ്ലൈ ഡിസൈൻസ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇന്നത്തെ ഒരു ട്രെൻഡാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജുകളാക്കുക എന്നുള്ളത്. നമ്മുടെ ഫോട്ടോഷോപ്പിലും കൂടി അത് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ് അല്ലെങ്കിൽ നല്ല ഔട്ട്പുട്ട് കിട്ടുന്നു എന്നുള്ളത് ഒരു കാര്യം കൂടിയാണ്. അതിനുവേണ്ടി നമുക്ക് ഇന്നത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സിലൂടെ ചെയ്ത് നോക്കാം. വെഡ്ഡിങ് ആൽബങ്ങൾ, പോസ്റ്ററുകൾ, മറ്റുള്ള വർക്കുകൾ, ഫ്ലെക്സ്, ബാനറുകൾ, മറ്റ് സ്റ്റാറ്റസുകൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ള ഒരു ചെറിയൊരു ട്രിക്സും കൂടി ഉണ്ട്. ചെറിയൊരു ക്ലാസ്സാണ്. വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്ങനെ ആക്കുക എന്നുള്ളത് ഈ ഡെമോയിൽ ഇട്ടതുപോലെ തന്നെ ചെയ്ത് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ വേഗം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഇമേജ് എങ്ങനെ ആക്കിയെന്നുള്ളത് വേഗം ചെയ്ത് നോക്കാം പ്രാക്ടിക്കലാക്കിയിട്ട്. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ കുറേ പേര് കുറേ കാര്യങ്ങൾ ചോദിച്ചിരുന്നു, സംശയങ്ങൾ, ബേസിക് അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ബേസിക് എന്നും പറഞ്ഞുകൊണ്ടുള്ള ടോപ്പിക്കുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ബേസിക് ക്ലാസ്സുകളാണ്. അതറിയുന്നവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോ, കാണണം എന്നില്ല. ബേസിക് ആയിട്ടുള്ളവർ ആദ്യം തുടങ്ങി പഠിക്കണം, ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള കുറേ പേര് നമ്മളോട് കമൻ്റായിട്ട് ചോദിച്ചിരുന്നു, അതെങ്ങനെ പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെയും ബേസിക് ക്ലാസ്സും ഇടയ്ക്ക് ബേസിക് ടോപ്പിക്സ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഒരു മഞ്ഞ നിറത്തിൽ ആണ് ബേസിക് ക്ലാസ്സുകളുടെ ലോഗോ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് അറിയാത്തവരാണെങ്കിൽ കാണുക, ഇടയ്ക്ക് ഇതും ചെയ്ത് നോക്കുക. നമുക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ വർക്കൊക്കെ ചെയ്ത് പ്രാക്ടിക്കലൊക്കെ ചെയ്ത് സ്വന്തമായി ചെയ്തു തുടങ്ങി അവസാനം ആക്കുമ്പോൾ ഒരു കോഴ്സ് പൂർത്തിയാവുകയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലോ നമുക്ക് തന്നെ ഓൺലൈനായിട്ടൊക്കെ സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ആവണം നമ്മുടെ കോച്ചിങ് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊരു സക്സസ്ഫുൾ ആവണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബേസിക് ക്ലാസ്സും കൂടി അറിയാത്തവരാണെങ്കിൽ കണ്ട് വരിക. ഇത്തിരി സ്ട്രെങ്തി ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും, ലെങ്ത് ഉണ്ടാവും. അപ്പോൾ അറിയുന്നവർ അത് സ്കിപ്പ് ചെയ്ത് പോയിട്ട് ഡയറക്റ്റ് ഇതിൽ കയറുക, ഇത് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഡെമോയിൽ ഇട്ടതുപോലെ ഞാൻ കാണിക്കാൻ വേണ്ടി ഒരു ഫയൽ എടുക്കുകയാണ്. അപ്പോൾ ഫയൽ എടുക്കാൻ അങ്ങനെ ചെറിയ കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങൾ നമ്മൾ ഓരോ ചെറിയ കുഞ്ഞു ക്ലാസ്സുകളായിട്ട് അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫയലിൽ ഞാൻ വരുന്നു. ഓപ്പൺ. ഞാൻ ഇതിനു വേണ്ടി ഒരു ഫയൽ എടുക്കുകയാണ്. ഡെമോയിലിട്ട പോലെ തന്നെ ആകുമ്പോൾ പെട്ടെന്ന് കുറച്ചും കൂടി മനസ്സിലാവും നിങ്ങൾക്ക്, അതുകൊണ്ടാണ്. സൂം ടൂള് ഇങ്ങനെ വലുതാക്കാനാണ് ഇതിൻ്റെ മേലെ വെച്ച് ടൂൾ ബോക്സിൽ സൂം ടൂൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വലുതായി കാണാൻ പറ്റും. ഇനി കൂടുതലൊന്നും വേഗം പറഞ്ഞു തീർക്കാം. ലേയറിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ വേണ്ടി ലെയറിൽ വരിക. നമ്മൾ ലെയറിനെ സംബന്ധിച്ച് എന്ത് കാര്യങ്ങളും ലെയറിലാണ് ഉണ്ടാവുക. അപ്പോൾ ലെയറിൽ വരിക. വിൻഡോസ് മെനുവിലെ ലെയറിൽ വരിക. ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെറിയൊരു ക്ലാസ്സാണ്, അത് ക്ലിക്ക് ചെയ്ത് അപ്പോൾ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ഇനി Ctrl+Z അടിച്ച് നോക്കുക. ഇത് പഴയത്, ഇത് പുതിയത്. ഒറ്റ ക്ലിക്കിലൂടെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഫോട്ടോഷോപ്പിൽ ഹൈ ക്വാളിറ്റി ആയിരിക്കും എന്നുള്ളതാണ്. മൊബൈൽ എടുക്കുന്നവരും എല്ലാവരും ഇതിൽ കയറ്റി ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കുക. ക്യാമറാമാൻ, ഫോട്ടോസൊക്കെ എടുക്കുന്നവർ എപ്പോഴും എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് നമ്മുടെ ഫോട്ടോഷോപ്പ്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. സ്വന്തം ഫോട്ടോസോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെ ഇത് മാത്രമല്ല, നമ്മൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ മൊത്തത്തിലാക്കാൻ പോകണം. കണ്ടില്ലേ,
ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്തിനേയും വേണമെങ്കിലും നമുക്ക് ഫോട്ടോഷോപ്പിൽ ഒറ്റ ക്ലിക്കിലൂടെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കും. ഞാനിപ്പോൾ ഷോർട്ട് കീസാണ് ഉപയോഗിച്ചത്. ആ ഷോർട്ട് കീസ് ഷിഫ്റ്റ് കൺട്രോൾ യു അത് ഷോർട്ട് ട്രിക്സ് ആണ്. ഷിഫ്റ്റ് കൺട്രോൾ യു ഫോട്ടോഷോപ്പിൻ്റെ ഏത് വെർഷനിലും അത് ഇന്ന് വരെ മാറ്റം വന്നിട്ടില്ല. ഷിഫ്റ്റ് കൺട്രോൾ യു പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും എല്ലാത്തിലും ഒന്ന് തന്നെയാണ്, ഷിഫ്റ്റ് കൺട്രോൾ യു. അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഓപ്ഷൻ ലെയറിൽ ഇപ്പോൾ നമ്മൾ കാണിച്ചെന്ന പോലെ നിങ്ങളും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ബ്രോഡ്കാസ്റ്റാണ്. അതിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നവർക്ക് അംഗമാകാം. അപ്പോൾ കുറച്ചും കൂടി ക്ലാസ്സുകൾ വേഗം നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക്സ്.